ദൈവത്തിന് സ്തോത്രം. ഫ്രാൻസിൽ തീവണ്ടി ഗതാഗതം പ്രശസ്തമായി വരുന്ന ഒരു കാലഘട്ടം. അന്ന് ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു നിരീശ്വരവാദിയായ ചെറുപ്പക്കാരൻ യാത്ര ചെയ്യുകയാണ്. അയാൾ ദൈവാസ്തിക നിഷേധിയാണ്. ദൈവം എന്ന പ്രതിഭാസം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യനാണ്. ദൈവവും ദൈവിക വിഷയങ്ങളെയും മതത്തിൻ്റെ സങ്കല്പമാണ് എന്ന് പഠിപ്പിക്കുന്ന ആ മനുഷ്യൻ, അയാൾ ഒരു നിരീശ്വരവാദിയാണ്. അയാൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോൾ മൂലയ്ക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാൾ ഒരു കറുത്ത ബൈൻഡിട്ട പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് ഗാഠമായി അത് വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിരുന്നിട്ട് ചോദിച്ചു, സർ, എന്താണ് വായിക്കുന്നത്? അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ബൈബിളാണ് വായിക്കുന്നത്. അതിനകത്ത് ഏത് ഭാഗമാണ് വായിക്കുന്നത്? യേശു 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകിയ ഭാഗമാണ് വായിക്കുന്നത്. വീണ്ടും ഈ മനുഷ്യൻ ചോദിക്കുക, സാർ അത് വിശ്വസിക്കുന്നുണ്ടോ? സാർ അത് വിശ്വസിക്കുന്നുണ്ടോ? 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകാൻ ചരിത്രത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കുന്ന കാര്യമാണോ ഇത്? അത് സംഭവിച്ചതാണോ? അത് കേവലം ഇതിഹാസമല്ലേ, സങ്കല്പമല്ലേ, യാഥാർത്ഥ്യമാണോ ഇത്? താൻ തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. വീണ്ടും താൻ ശാന്തമായി വായന തുടർന്നു. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഇവർ തമ്മിൽ ചില കാര്യങ്ങൾക്ക് അന്യോന്യം സംസാരിക്കേണ്ടി വന്നു. ഒടുവിൽ ഈ ചെറുപ്പക്കാരൻ ഇറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ അയാൾ സീറ്റിൽ നിന്നെഴുന്നേറ്റ് പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് ഈ വൃദ്ധനായ മനുഷ്യൻ്റെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ഇത് കയ്യിലിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് ഭവ്യമായി അതങ്ങോട്ട് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ ആ മൂലയ്ക്കിരിക്കുന്ന ആ കറുത്ത ബൈൻഡിട്ട ബുക്കിൽ കണ്ണ് ഉറപ്പിച്ച് ധ്യാനപൂർവ്വം ഒരുപാട് നേരം വായിച്ച മനുഷ്യൻ തൻ്റെ ബൈബിളിനകത്തിരുന്ന ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ ചെറുപ്പക്കാരൻ്റെ നേരെ നീട്ടി. അയാൾ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ തലക്കെട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, കാലം കണ്ട ശക്തനായ ബുദ്ധിരാക്ഷസൻ ലൂയി പാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇത്രയും നേരം വചനം വായിച്ച് സന്തോഷിച്ചു കൊണ്ടിരുന്നത്. ലോകത്തിലെ പല ജഡികന്മാർക്കും ഇതിന് പ്രസക്തിയില്ലാതെ വരുമ്പോൾ ഇന്ന് രാത്രി ഈ വീണ്ടെടുത്ത നമ്മുടെ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മുടെ പദവിയായി കാണുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഇതിനകത്തെ ഒരു വചനഘടന മതി പൈശാചിക ശക്തികളുടെ അടിത്തറ ഇളക്കാൻ. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ അത് ഏറ്റെടുക്കുന്ന രാത്രിയാണ്. നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന നമ്മുടെ നിത്യതയുടെ ഉറപ്പ് നമുക്ക് നൽകിയ, കാലത്തിൻ്റെ ചരിത്രഗതികളെ നന്നായി മുന്നറിയിപ്പ് നൽകിയ ഈ വിശിഷ്ട ഗ്രന്ഥം കൊണ്ട് നടക്കാൻ ദൈവം ഭാഗ്യം നൽകിയത് പദവിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. താപം അതിവേഗം ഉയരുകയല്ലേ? 9,30,00,000 മൈൽ അപ്പുറത്തു നിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ താപം, 6000 ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആ സൂര്യൻ എന്ന ആണവ നിലയം അതിഭയങ്കരമായി കൊറോണയിൽ നിന്ന് തീ തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. എന്നാൽ ഇന്നേക്ക് 20 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഒരു കറുത്ത കാലത്തിൻ്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര ഈ മണ്ണിൽ പെയ്തിറങ്ങുന്ന കാലത്ത് തീ കൊണ്ട് മനുഷ്യനെ ചുടത്തക്ക വിധം ഭൂമിയുടെ മേൽ സൂര്യന് അധികാരം ലഭിക്കുമെന്നും സൂര്യൻ്റെ താപം നിമിത്തം മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോകും എന്ന് എഴുതി വെച്ച വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇതുമായി നടക്കുന്ന ദൈവമക്കൾ ഓർക്കണം, 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന വിഷയത്തെ സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ എഴുതി വെച്ച ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. ഇതുമായി നടക്കുന്ന ദൈവമക്കൾ പറയണം, ഇതിൻ്റെ അതുല്യത മനുഷ്യൻ്റെ വാക്കുകൾക്ക് വിശകലനം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാമോ അടുത്ത മഹായുദ്ധം എപ്പോൾ സംഭവിക്കും? അതിൻ്റെ ശാക്തിക ചേരികൾ ആരൊക്കെയായിരിക്കും? അവർ വന്നടിയേണ്ട സ്ഥലം എവിടെയായിരിക്കും? അടുത്ത മഹായുദ്ധത്തിൻ്റെ ശംഖുനാദം എവിടെ നിന്ന് ഉയരും? ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ലോകരാഷ്ട്രങ്ങളെ തൻ്റെ പിൻപിലും വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തൻ്റെ മുൻപിലും കണ്ടുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകൻ 38-ാം അധ്യായം കുറിച്ചപ്പോൾ ഇങ്ങനെ കുറിച്ചു, രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും ഒട്ടൊഴിയാതെ പരിചയും പലകയും എടുത്ത കൂശ്യർ, പൂത്യർ,
ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹവും, ഇങ്ങനെ പല ജാതികളെയും നിന്നോടൊപ്പം പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്ക. ഏറിയ നാൾ കഴിഞ്ഞ് ഞാൻ നിന്നെ സന്ദർശിക്കും. വാളിനൊഴിഞ്ഞു പോന്നതും പല രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വത നിരകളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന പ്രവചനം ശ്രദ്ധിച്ചാൽ, പൗരസ്ത്യ ശക്തികളുടെ പിന്തുണയോടുകൂടെ ഇറാന്റെ ശക്തമായ സ്വാധീനത്തിൽ അറബി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പലസ്തീൻ്റെ മണ്ണിൽ ഒരു കൊടിയ യുദ്ധത്തിന് വരും. ആ യുദ്ധം കരയുദ്ധമായിരിക്കയില്ല. നീ മഴക്കോൾ പോലെ കയറി വരും, മേഘം പോലെ എൻ്റെ ദേശത്തെ മൂടും എന്ന് പറഞ്ഞാൽ, ആകാശത്തിലൂടെ പറന്നുകൊണ്ട് ഒരു മഹായുദ്ധം ചരിത്രത്തിൽ സംഭവിക്കുകയും അതിന് ഇറാൻ പിന്തുണ നൽകുകയും ഇസ്രയേൽ അതിന് ഇരയാകുകയും ചെയ്യുന്ന ഒരു കാലം ചരിത്രത്തിൽ വരുമെന്ന് എഴുതി വച്ച വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമെങ്കിൽ, കാലാവസ്ഥ മുതൽ രാഷ്ട്രീയം വരെ ഇതുപോലെ മുന്നറിയിപ്പ് നൽകിയ ഒരു ഗ്രന്ഥവുമായി നടക്കാൻ എൻ്റെ ദൈവം ഭാഗ്യം നൽകി തന്നതോർത്താൽ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യൻ്റെ കരമല്ല, മഹാദൈവത്തിൻ്റെ കരമാണ്. ഈ ആത്മീക പോരാട്ടത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ശക്തമായി ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇന്ന് രാത്രി എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. മനുഷ്യൻ്റെ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇവിടെ ചില രോഗികളെ സ്വർഗം സൗഖ്യമാക്കുന്ന രാത്രിയാണ്. പൈശാചിക ശക്തികൾ ബന്ധിച്ചൊതുക്കിയിട്ട് നിത്യ നരകത്തിലേക്ക് പോകേണ്ടതിന് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ചില ആത്മാക്കളെ ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന തടവ് ബന്ധനങ്ങളെ വെട്ടിമാറ്റിയിട്ട് അവരെ സ്വതന്ത്രരാക്കി പുറത്തു കൊണ്ടുവരേണ്ടതിന് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇന്ന് രാത്രി സ്വർഗം തുറക്കുകയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിൻ്റെ തേജസ്, ഇത്രയും ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്ന രാത്രിയാണ്. എല്ലാ ദൈവമക്കളുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ജീവൻ്റെ വചനം ഇന്ന് രാത്രിയിൽ തുറക്കാൻ തുടങ്ങുന്നു. അവിടുത്തെ കരം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഉയരണമേ. ഈ ജനത്തോട് അങ്ങ് സംസാരിക്കണമേ. ബലഹീനനും അപ്രാപ്തനുമായ എളിയവനെ അങ്ങയെ പ്രതിനിധീകരിപ്പാൻ, അങ്ങയെ പ്രതിധ്വനിപ്പിപ്പാൻ ബലം പകരണമേ. ഈ ശുശ്രൂഷയുടെ സംഘാടനം നടത്തുന്ന പ്രിയ സാമ്പാസ്ത്രക്കായി, ഈ ശുശ്രൂഷകളിൽ ചേർന്ന് നിന്ന് അധ്വാനിക്കുന്നതിൻ്റെ ജനത്തിനായി സ്തോത്രം. ഗലാത്യർ 6:7 വായിച്ചാൽ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ പ്രത്യാഘാതം, ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആശയം ഇതാണ്. ദൈവത്തിൻ്റെ അനാദി നിർണയവും നമ്മുടെ പ്രവൃത്തിയുടെ പ്രത്യാഘാതവും തികച്ചും ഏകാഗ്രതയോടെ നിങ്ങളിന്ന് രാത്രി ശ്രദ്ധിക്കുക. വിശുദ്ധ തിരുവെഴുത്തിൽ കാലം കണ്ട കരുത്തുറ്റ ശക്തനായ ദൈവദാസനാണ് ദൈവത്തിൻ്റെ ദാസനായ ധന്യനായ പൗലോസ്ലീഹ. ആ കർത്തൃദാസൻ തൻ്റെ ജീവിതയാത്രയിൽ ഒരു കൈപ്പേറിയ ചരിത്രത്തിലൂടെയാണ് ജീവിതത്തിൻ്റെ സന്ധിയിൽ എത്തിച്ചേരുന്നത്. മരണത്തിനു മുൻപ് മരണസ്ഥലം, മരണസമയം, മരണവിധം, ഇത് മൂന്നും ഈ ദൈവദാസന് മനസ്സിലായി കഴിഞ്ഞു. തൻ്റെ മരണം സാധാരണ മരണമല്ല. തൻ്റെ മരണം തൻ്റെ കഴുത്തു മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിൻ്റെ ചുവട്ടിലേക്ക്, കഴുത്ത് മുറിയുമ്പോൾ ഒഴുകുന്ന ചോര വഴിഞ്ഞൊഴുകി വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മരണത്തെ പാനീയയാഗബലി എന്ന് താൻ വിശേഷിപ്പിച്ചു. തൻ്റെ മരണം ഒരു യാത്രയ്ക്ക് ശേഷമായിരിക്കും എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഓട്ടം എന്ന പ്രയോഗം താൻ അവിടെ ഉപയോഗിച്ചു. അല്പം ചരിത്രം എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങൾ ശാന്തമായി ശ്രദ്ധിക്കുക. ലോക ചരിത്രത്തിലെ ഏറ്റവും നീചവും ക്രൂരവുമായ ഭരണമായിരുന്നു റോമൻ ഭരണം. അതിൽ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നീറോ ആയിരുന്നു. നീറോ നീചൻ എന്നുള്ളതിനേക്കാൾ സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ട് കൊന്നയാളാണ്. 2 ഭാര്യമാരെ സ്വന്തം കൈകൊണ്ട് കൊന്നയാളാണ്. ഇയാൾ ആത്മഹത്യ ചെയ്താണ് അവസാനിച്ചത്. ഇയാൾ റോമ പട്ടണത്തെ നയന മനോഹരമായി ഒന്ന് പണിയുവാൻ
ഒരു ആർക്കിടെക്ചർ പ്ലാൻ തയ്യാറാക്കി. പക്ഷേ ഒരു തടസ്സമുണ്ട്. റോമാ പട്ടണത്തിൽ സാധുക്കളും സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായി ഒരുപാട് ആളുകൾ താൽക്കാലികമായ കൂടാരങ്ങളിൽ പാർക്കുന്നുണ്ട്. അവരെ ഒഴിച്ചു വിട്ടിട്ട് ഇത് പണിയുക അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം റോമാ പട്ടണത്തിന് ഒരു പട്ടാപ്പകൽ തീ കൊടുപ്പിച്ചു. സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തി എരിഞ്ഞു നിൽക്കുമ്പോൾ, റോമാ പട്ടണം കത്തിത്തീരുന്ന സമയം, സ്ത്രീകളും കുഞ്ഞുങ്ങളും വെന്തുരുകുമ്പോൾ, നിരപരാധികളുടെ നിലവിളി മാനം മുട്ട ഉയരുമ്പോൾ, ഒരു വലിയ പറ്റം ജനം ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഒരു കൊടുങ്കാറ്റ് പോലെ പട്ടണത്തിൽ കൊട്ടാരത്തിന് നേരെ അടുക്കുകയാണ്. നീറോയ്ക്ക് മനസ്സിലായി അപകടമാണ്. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ കിങ്കരന്മാരെ കൊണ്ട് ഒരു പ്രത്യേക കാര്യം അവിടെ പറഞ്ഞു പരത്തി. എന്താണെന്നറിയാമോ പറഞ്ഞു പരത്തിയത്? ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ക്രിസ്ത്യാനികളാണ്. കാരണം ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്നത് ക്രൈസ്തവരാണ്. അതോടുകൂടെ ഈ വാർത്ത കാട്ടുതീ പോലെ പരന്നതോടുകൂടെ ജനങ്ങൾ, സാധാരണക്കാർ ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞു. കണ്ണിൽ കണ്ട ക്രൈസ്തവരെ മുഴുവൻ ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി കൊല്ലുകയാണ്. കൂരമ്പാൽ മാർപ്പിളർന്ന് കൊടിയ കുരിശിൽ തൂക്കി തോലുരിച്ച് ക്രൂരൻ സിംഹത്തിനൂണായി കൊടുത്ത് അലറുന്ന മൃഗങ്ങളുടെ കൺമുൻപിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ച് വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ച് വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് അതിൽ കൈകാലുകൾ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങളെ 2 തുണ്ടുകളാക്കി കീറി മാറ്റി മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്ന് ക്രൈസ്തവരെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തിന് ഈ സമയം? ക്രൈസ്തവ ലോകം കണ്ടിട്ടുള്ള കരുത്തന്മാരായ 2 കർത്തൃദാസന്മാർ അറസ്റ്റിലായി. ഒന്ന് പത്രോസ് ബാബിലോണിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ റോമിലെത്തിച്ചു. 2 പേരും ഒടുവിലത്തെ സമയം ഒരു ഗുഹയിലാണ് കഴിഞ്ഞത്. മർമാട്ടിൻ ഗുഹ. കൂലംകുത്തി പതഞ്ഞ് നുരഞ്ഞൊഴുകുന്ന ടൈബർ നദിയുടെ ഒരോരത്ത് ഉയർന്നു നിൽക്കുന്ന കരിമ്പാറക്കെട്ടിൽ താഴെയിലേക്ക് 10-15 അടി കുത്തനെ കുത്തിയിറക്കി പണിതിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹയിൽ 2 പേരും കഴിയുകയാണ്. ഒരു ഗുഹയിൽ നിന്ന് പൗലോസിനോട് അന്ത്യയാത്ര പറഞ്ഞാണ് പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെടാൻ പോയത് എന്ന് ചരിത്രം പറയുന്നു. ഒടുവിൽ പൗലോസിനെ കൊല്ലേണ്ട രംഗം ഉണ്ടായി. പൗലോസിൻ്റെ മരണം നടക്കുന്നത് ഒരു ചന്ത ദിവസമാണ്. ചരിത്രം പറയുന്നു, ചരിത്ര പ്രസിദ്ധമായ ഒരു പിരമിഡിൻ്റെ ചുവട്ടിലെ ചന്ത നടക്കുന്ന ദിവസം ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിലേക്ക് പരസ്യമായി നടത്തിക്കൊണ്ടുപോയതിനു ശേഷം ഇദ്ദേഹത്തെ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ക്രൈസ്തവ മതപരിവർത്തനം ഭയപ്പെടുത്തി തടയുക എന്ന ലക്ഷ്യത്തോടെ കഴുത്ത് വെട്ടി കൊല്ലുകയായിരുന്നു. സ്തോത്രം. നിങ്ങൾ ആ രംഗം ഇന്ന് രാത്രി ഇരിക്കുന്ന കസേരകളിലാണെങ്കിലും എന്നോടൊപ്പം ആ മർമാട്ടിൻ ഗുഹ വരെ ഒന്ന് വരണം. സ്തോത്രം. ഇരിക്കുന്ന ഇരിപ്പിൽ മർമാട്ടിൻ ഗുഹ വരെ നമുക്കൊന്ന് പോയച്ചു വരണം. ഒരു 15 അടി താഴ്ചയിൽ കുത്തനെ താഴേക്ക് കുത്തിയിറക്കി പണിതിരിക്കുന്ന ചരിത്ര വിസ്മൃതികൾ പേറി പൗലോസിൻ്റെ ഒടുവിലത്തെ നിമിഷം കഴിഞ്ഞ കല്ലറയേത് അഥവാ ജയിലറേതെന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ പോലും ഒരു ചങ്ങലയുടെ അവശിഷ്ടം കാണത്തക്ക വിധത്തിൽ ഉള്ള ആ മർമാട്ടിൻ ഗുഹ, അതിൽ നിന്ന് ടൈബർ നദിയിലേക്ക് തുറക്കുന്ന ഒരു കവാടമുണ്ട്. വിധി പൂർത്തിയാക്കി കഴിയുമ്പോൾ അരോഗതടകാത്രനായൊരു പടയാളി അകത്തേക്ക് ഇറങ്ങി വരും. അയാൾ ഇവരെ വെട്ടി നുറുക്കി നേരെ അതേ നദിയിലേക്ക് എറിയുകയാണ് പതിവ്. എന്നാൽ കർത്തൃദാസൻ പൗലോസിനെ കൊല്ലാൻ തീരുമാനിച്ച അന്ന് അദ്ദേഹത്തെ വെട്ടി നുറുക്കി എറിയുകയല്ല ചെയ്തത്, ഒരു പരസ്യ സ്ഥലത്ത് നടത്തിക്കൊണ്ടുപോയി കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 10-12 അടി ഉയരത്തിൽ ഈ കുഴിയിൽ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കൽക്കഷണമുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ കൽക്കഷണത്തിലോട്ട് കയറിയിരുന്നാൽ മുകളിലൂടെ അരിച്ചിറങ്ങുന്ന ഒരു കൽപ്പാളി കൊണ്ട് അടയ്ക്കുന്ന ഈ മുറിയുടെ മുകൾ ഭാഗത്തൂടെ കൈകടക്കാവുന്ന ഒരു ദ്വാരമുണ്ട്. അതിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽച്ചുരുൾ നിരത്തി വെച്ചിട്ടാണ് കുടുംബാംഗങ്ങൾക്കോ ഉറ്റവർക്കോ കത്തെഴുതാറുള്ളത്. സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി ഓർക്കണം, മരണസ്ഥലം ഏതാണെന്ന് വ്യക്തമായി. മരണസ്ഥലം
മരണസമയം ഏതാണ് എന്ന് വ്യക്തമായി, മരണവിധം ഏതാണെന്ന് വ്യക്തമായി. ഈ കർത്തൃദാസൻ നേരെ ആ കല്ലിലോട്ട് കയറിയിരുന്നു. ജീവൻ നിലനിൽക്കാൻ അല്പം അപ്പം ഇട്ടുകൊടുക്കുന്ന ആ ദ്വാരത്തിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തൻ്റെ തുകൽ ചുരുൾ നിരത്തി വെച്ചിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് അഭിഷേകത്തിൻ്റെ തൂലികയെടുത്ത് ആത്മാവിൽ കുറിക്കുകയാണ്. മകനെ തിമത്തിയോസേ, ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. മോനെ, ഇവിടെ ഒന്ന് പുതയ്ക്കാൻ പുതപ്പിവിടില്ല. അടുത്ത മണിക്കൂറുകളിൽ എൻ്റെ മുൻപിൽ അടുത്തു വരാൻ തുടങ്ങുന്ന കൊടിയ ശൈത്യത്തിൽ ഈ വൃദ്ധനായി എനിക്ക് പിടിച്ചു നിൽക്കാൻ എനിക്കൊരു പുതപ്പ് പോലുമില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, കൊല നടക്കുന്നതിൻ്റെ അടുത്ത ദിവസം ഈ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതപ്പുമായി പൗലോസിൻ്റെ ശിഷ്യൻ തിമത്തിയോസ് അവിടെ എത്തി എന്നാണ് ചരിത്രം. എന്നാൽ കുല നടക്കുന്നത് സംഭവത്തിന് മുമ്പായതുകൊണ്ട്, എത്തുന്നതിന് മുമ്പായതുകൊണ്ട് ഒരു വാക്കിൽ പറയാം, പുതപ്പ് പോലും പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയില്ല. പുതപ്പ് കിട്ടിയില്ലെങ്കിലും നിത്യത കൈവിട്ടു പോകാതെ അവിടെ എത്തി എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഒന്നും നേടിയില്ലെങ്കിലും നിത്യത എനിക്ക് കൈവിട്ടിട്ടില്ലെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിൽ സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരണം. എല്ലാം തട്ടിപ്പറിച്ചും വെട്ടിപ്പിടിച്ചും പറ്റിച്ചെടുത്തും സ്വന്തമാക്കിയതിന് ശേഷം നിന്റെ നിത്യത കൈവിട്ടു പോയാൽ അതിനെ പോലെ ഒരു നഷ്ടം മറ്റൊന്നില്ല. എന്നാൽ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും, വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും, ഇന്ന് രാത്രി കിടക്കുന്ന കടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലാണെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, സമ്പത്തിൻ്റെ നെറുകയിൽ പാർക്കുന്നതിനേക്കാൾ വിശുദ്ധി കൈവിടാതെ അവിടെ എത്തുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഈ കർത്തൃദാസൻ കുറിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇദ്ദേഹത്തിൻ്റെ മരണസമയത്തെക്കുറിച്ചൊരു ചിത്രമുണ്ട്. തിമത്തിയോസ് ഈ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മുള്ളും മുരടും മലയും ഒക്കെ ചവിട്ടി കർപ്പോസിൻ്റെ വീട്ടിൽ നിന്ന് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും എടുത്ത് വാരിക്കെട്ടി ഒരു കെട്ടാക്കി രൂപപ്പെടുത്തി നേരെ റോമിലെത്തി. തിരക്കി അവിടങ്ങളിൽ പൗലോസ് എന്നൊരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണമൊക്കെ ഉണ്ട്. എന്തുമാകട്ടെ, സ്തോത്രം. ഒരു സഹതടവുകാരനെ കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ, എൻ്റെ പേരാ തിമത്തിയോസ്. നിന്റെ അപ്പനായിരുന്നു പൗലോസ്? അതെ, എൻ്റെ അപ്പനായിരുന്നു പൗലോസ്, എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു. നിന്നെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എൻ്റെ മകൻ വരും, അവൻ വരാതിരിക്കില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം നീ അറിയണം. കഴിഞ്ഞ സന്ധിയിൽ നിന്റെ പിതാവിൻ്റെ ശിരച്ഛേദം ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് റോമൻ ഗവൺമെൻറ് നടത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഓർക്കണം, കയ്യിൽ നിന്ന് കെട്ടുതെറിച്ചു. നിലത്തോട്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് എൻ്റെ പിതാവേ പൗലോസേ എന്ന് പറഞ്ഞ് ആ ദൈവഭൃത്യൻ അലറിക്കരഞ്ഞതായിട്ടാണ് ചരിത്രം. ആ വന്ന ആഗതൻ പറഞ്ഞ രീതിയിൽ തന്നെ മരണവാർത്ത ഞാൻ പറയാം. അന്ന് പിരമിഡ് ദിവസം 10ഓളം പടയാളികൾ ഈ കുഴിയുടെ കരയിലെത്തി. കയറിൻ്റെ സഹായത്തോടെ ഗുഹയ്ക്കകത്ത് നീ കർത്തൃദാസനെ കരയിൽ കയറ്റി. 5 പടയാളികൾ ഒരു വശത്ത് നിരന്നു, 5 പടയാളികൾ മറുവശത്ത് നിരന്നു, 10 പടയാളികൾ. അതിന് നടുവിൽ ഈ കർത്തൃദാസനെ നിർത്തി. 2 പടയാളികളുടെ കൈകളോട് ഇദ്ദേഹത്തിൻ്റെ കൈകൾ ചങ്ങലയിട്ടു. എന്നിട്ട് ആജ്ഞ നിർവഹിപ്പാനുള്ള ഒരു നിർദ്ദിഷ്ട പടയാളി മുൻപിൽ ആയുധധാരിയായി നടന്നു നീങ്ങുന്നു. നേരെ ഈ സംഘം ചന്തസ്ഥലത്തേക്ക്. ഇതുപോലൊരു സംഘം ചന്തസ്ഥലത്തെത്തിയാൽ എന്ത് സംഭവിക്കും? പെരുവഴിയെ രാഷ്ട്രീയ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി നേതാക്കന്മാർ നിരയായി പോകുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ ഇതാ ഈ 10 പടയാളികളുടെ നടുവിൽ ചങ്ങലക്കിടപ്പെട്ട പൗലോസിൻ്റെ പുറകിൽ ജനപുരുഷാരം, റോമൻ ജനങ്ങൾ മുഴുവൻ ഇരമ്പിക്കൂടുകയാണ്. റോമൻ ദേവി ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട്,
പൂഴിവണ്ണുമാരി മുകളിലേക്ക് എറിഞ്ഞ് ഇലത്തലപ്പുകൾ പറിച്ചെറിഞ്ഞ് ആഘോഷപൂർവം അവനെ കൊല്ലുക, അവനെ കൊല്ലുക എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ 2.5 മൈൽ ഈ വൃദ്ധൻ ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥി വരെ നടന്നു നീങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, 1 മൈലല്ല, 2.5 മൈൽ. ഈ സമയം ഇങ്ങനെ നടന്നങ്ങോട്ട് നീങ്ങുന്ന സമയം ഈ കർത്തൃദാസന്റെ ഉള്ളിൽ തുള്ളിത്തുടിച്ച ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവമക്കളുടെ മുൻപിൽ നിന്ന് ആത്മാവിലൊന്ന് എത്തി നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങുകയാണ്. 2 കൈകളിലും ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ചില മിനിറ്റുകൾക്കുള്ളിൽ മരണം വരവേക്കാൻ തുടങ്ങുന്നു. ഒടുവിൽ ഈ ദൈവദാസൻ ഓരോ ചുവടും വയ്ക്കുമ്പോൾ നിങ്ങൾ ആ മുഖത്തേക്ക് നോക്കുക. ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച്, സ്തോത്രം, അധികം താമസമിന യേശുവിനെ നേരിട്ട് കാണും എന്ന ബോധ്യമുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് വിളിച്ചു പറഞ്ഞ ദൈവദാസൻ അങ്ങോട്ട് ചേരാൻ കൊതിച്ചുകൊണ്ട് ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജസ്സിന്റെ പ്രഭയിൽ ഇറങ്ങി വന്നിട്ട് മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ല എന്ന് അരുളി ചെയ്ത ദൈവപുത്രനെ നേരിട്ട് കാണുന്ന മണിക്കൂറുകൾ അടുത്തു വരുന്നതിനാലുള്ള ആനന്ദം കൊണ്ട് നിങ്ങളിൽ എല്ലാവരെക്കാളും ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ കർത്തൃദാസന്റെ അധരങ്ങളിൽ അന്യഭാഷ ഉയർത്തിക്കൊണ്ട് ആത്മമണ്ഡലത്തിൽ ആ ചുവടുകൾ വെച്ച് നടന്നു നീങ്ങുമ്പോൾ ഞാൻ കാണുന്നു കർത്തൃദാസൻ ഒരു ജയാളിയെ പോലെ തല ഉയർത്തിക്കൊണ്ടാണ് നീങ്ങുന്നത്. ഒടുവിൽ കുലനിലത്തെത്തിക്കഴിഞ്ഞു. അതെ, മുട്ടുകുത്താൻ ആരാച്ചാർ കൽപ്പിച്ചു. മുട്ടുകുത്തി 2.5 അടി പൊക്കമുള്ളൊരു കൽത്തൂണിന്റെ പുറത്തേക്ക് തലയൊന്ന് ചായ്ച്ചു. ആരാച്ചാറിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഈ കർത്തൃദാസന്റെ കഴുത്തിലോട്ടൊന്ന് കയറി ഇറങ്ങി. ആ തല മുൻപോട്ട് 3 ഇടത്ത് തെറിച്ചുരുണ്ടു. ആ കബന്ധം, ആ ജഡം പുറകോട്ടു മലച്ചു. ആ ഭക്തൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. ഞാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കുന്നു, ഒരായുസ് കൊണ്ട് എന്ത് നേടി? ഈ രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ മറുപടി പറയണം, തലകുനിക്കാതെ മറുപടി പറയണം. ഒരായുസ് കൊണ്ട് എന്ത് നേടി? ഒന്നും നേടിയില്ലെങ്കിലും നിത്യത കൈവിട്ടു പോകാതെ അവിടെ എത്തി. ഇന്ന് രാത്രിയെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ച്. ഉപവാസ പ്രാർത്ഥനയുടെ ജാഗരണത്തിലാണ്. ഭൗതികത വെട്ടിപ്പിടിക്കാൻ, സമ്പത്ത് വെട്ടിപ്പിടിക്കാൻ ഉള്ള ഒരു മീഡിയമായിട്ടല്ല ഈ പ്രാർത്ഥന മാറേണ്ടത്. എൻ്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലജ്ജ കൂടാതെ ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വാ തുറന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നിനക്കെതിരെ വാദിക്കുന്ന ചില ബന്ധനങ്ങൾ, നിന്റെ വാഗ്ദത്തത്തെ തച്ചുടയ്ക്കാൻ, നിന്റെ നിത്യതയെ തകർത്ത് കളയാൻ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ തകർത്ത് കളയാൻ പൈശാചിക ശക്തികൾ പാപത്തിൻ്റെ സ്വാധീനം കൊണ്ട് നിന്റെ ജഡത്തിന്മേൽ ആസക്തിയുടെ വിത്ത് വിതച്ച് ആത്മീയതയുടെ ബാഹ്യം മൂടികൊണ്ട് നിന്നെ അഭിനയിപ്പിച്ചു നിർത്തുമ്പോൾ സാത്താൻ്റെ സകല മുഖംമൂടികളുടെ പദ്ധതികളെയും പറിച്ചെറിഞ്ഞിട്ട് ഒരു വിശുദ്ധൻ്റെ പോരാട്ടം നടത്തേണ്ടതിന് എൻ്റെ പാപത്തിന്മേലും ജഡത്തിന്മേലും ജയമെടുക്കത്തക്ക വിധം ഒരു അഭിഷേകം ഇന്ന് രാത്രി എൻ്റെ മേൽ പകരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു മനുഷ്യൻ്റെ കൈ പോലെ മേഘം ഉയരുന്നത് പോലെ ചില ശരീരങ്ങൾക്കെതിരെ വാദിച്ചു നിൽക്കുന്ന സാത്താന്യ ബന്ധനങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ആധിപത്യം പുലർത്തുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആ പാപത്തിൻ്റെ കടുങ്കെട്ടുകളെ അഴിച്ചു മാറ്റിയിട്ട് ഒരു വിജയത്തിൻ്റെ അഭിഷേകം നിന്റെ മേൽ പകർന്ന് ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നേരെ ആത്മാവിൽ പടപൊരുതാൻ അഗ്നിയുടെ വ്യാപാരം നിന്റെ ശിരസിന്മേൽ കർത്താവ് വ്യാപരിപ്പിക്കുകയാണ്. ഇരിക്കുന്നത് കസേരകളിലാണെങ്കിലും ഒരു അസാധാരണ ആത്മീയ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ നടക്കുകയാണ്. നീ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സൈന്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന് സ്തോത്രം. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം ഇവയിൽ കത്തിക്കാളുന്ന തീയുടെ മുൻപിലല്ല, പിന്നെയോ സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും സകലരുടെയും ന്യായാധിപനായ കർത്താവിനും അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ഈ വഴിവക്കിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ തുറന്നു നിൽക്കുന്ന സ്വർഗത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. എനിക്ക് നിത്യത കൈവിട്ടു പോകരുത്. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ശ്രദ്ധിക്കൂ, ഈ ദൈവദാസൻ
തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമായ വേദശാസ്ത്ര ലേഖനം കുറിച്ചപ്പോൾ താൻ ഇങ്ങനെ കുറിക്കുകയാണ്: അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ പറയാൻ കഴിയുമോ? എത്ര ദൈവമക്കൾക്ക് ശബ്ദം ഉയർത്തി പറയാൻ കഴിയും? ഞാൻ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം എൻ്റെ ദൈവം നന്മയ്ക്കാക്കി ചെയ്യും. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ചില വ്യക്തികളോടും അഭിഷിക്തന്മാരോടും പരിശുദ്ധാത്മാവ് പറയുന്നു: നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ നിനക്ക് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കരം നിന്റെ ജീവൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പൈശാചിക ശക്തികൾക്കും തകർക്കാൻ കഴിയാത്തൊരു അഭിഷേകം ഇന്ന് രാത്രി നിന്റെ സിരകളുടെ മേൽ കർത്താവ് പകരുന്ന രാത്രിയാണ്. ഓ ദൈവത്തിന് മഹത്വം! രാത്രിയിൽ കാണുന്ന ചില സ്വപ്നങ്ങളും പകൽക്കാലം ഉള്ള അപമാനങ്ങളും തലയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് തകർച്ചയാണെന്ന് വാദിച്ച് സാത്താൻ നിന്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ആത്മവ്യാപാരത്താൽ ഈ ഗ്രൗണ്ട് വിട്ട് നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന വിഷയം അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം ആ തിന്മ നന്മയ്ക്കാക്കി മാറ്റും. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ അമ്മമാർ, സഹോദരിമാർ മീൻകറി വെക്കുന്നവരല്ലേ? സ്തോത്രം. മീൻകറിക്കകത്ത് എന്തൊക്കെ ചേരുവകളാണ് നമ്മുടെ എല്ലാ നാടുകളിലും പൊതുവേ ചേർക്കുന്ന ചില ചേരുവയില്ലേ? മുളക് പൊടിയുണ്ട് അല്ലേ, മല്ലിപ്പൊടിയുണ്ട് അല്ലേ? സ്തോത്രം. അപ്പോൾ അനുബന്ധമായ കുറച്ച് കടുക് ഉണ്ട്, അല്ലെങ്കിൽ കരിയേപ്പലയുണ്ട്. ഇതൊക്കെ മീൻകറിക്കകത്തുള്ളതാണ്. ആ മുളക് പൊടി ഒറ്റയ്ക്കെടുത്ത് രുചിച്ചാൽ എന്താ അതിൻ്റെ ടേസ്റ്റ്? മല്ലിപ്പൊടി ഒറ്റയ്ക്കെടുത്ത് രുചിച്ചാൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ്? സ്തോത്രം. അതേ ഉലുവ വായിൽ അതേ ഒറ്റയ്ക്ക് കടിച്ച് തിന്നാൽ എന്താ അതിൻ്റെ ടേസ്റ്റ്? അതിൽ തന്നെ ഇത് ചവർപ്പും കമർപ്പുമാണ്. എന്നാൽ ഇതെല്ലാം കൂടെ കൃത്യ അനുപാതത്തിൽ ചേർന്ന് ഒരു കൊഴുത്ത മീൻകറിയായി ചോറിനോടൊപ്പം മേശപ്പുറത്ത് വരുമ്പോൾ അത് നന്മയ്ക്കായി പരിണമിക്കുന്നത് പോലെ ഇന്ന് രാത്രി നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക പ്രതിസന്ധികൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു. തിരിച്ചറിയണം, 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. കരമുയർത്തി സ്തോത്രം പറയാമോ? ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. 5 കൂട്ടം കാര്യങ്ങൾ ഈ രാത്രി നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്താ ഈ 5 കൂട്ടം കാര്യങ്ങൾ? എന്നോടൊപ്പം നിങ്ങൾ വരണം. അവൻ മുന്നറിഞ്ഞവരെ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ: എന്നെ ചിട്ടിക്ക് പിടിച്ചതല്ല, എന്നെ പാട്ടത്തിനെടുത്തതല്ല, എന്നെ ഒറ്റയ്ക്ക് പിടിച്ചതല്ല, എന്നെ വാടകയ്ക്കെടുത്തതല്ല. എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞതാണ് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ മുന്നറിയപ്പെട്ടവനാണ്. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കരമൊന്ന് ഉയർത്തി പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ മുൻ നിയമിച്ചതാണ്. സ്തോത്രം. മുൻ നിയമിച്ചവരെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി കരമുയർത്തി ധൈര്യത്തോടെ പറയണം: എൻ്റെ ദൈവം എന്നെ വിളിച്ചതാണ്. വിളിച്ചവരെ നീതീകരിച്ചു. ശബ്ദം ഉയർത്തി പറയണം: എൻ്റെ ദൈവം എന്നെ നീതീകരിച്ച ദൈവമാണ്. തീർന്നില്ല. ഇന്ന് രാത്രി ഒടുവിലത്തെ വാക്ക് ആഘോഷത്തോടെ ശിരസ് ഉയർത്തി ബോധ്യമുള്ള ദൈവമക്കൾ ഒന്നിച്ചു പറയണം: അവൻ എന്നെ തേജസ്കരിച്ചുമിരിക്കുന്നു. കല്ലറയ്ക്കപ്പുറത്ത് ഒരു തേജസ്കരണം എന്നെ കാത്തിരിപ്പുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് രാത്രി നിന്റെ തലയിൽ കൈവച്ച് ദൂത് വിളിച്ചു പറയുന്നു: ഒരു മന്ത്രപ്രയോഗത്തിനും, ഒരു ക്ഷുദ്രവാദത്തിനും, ഒരാഭിചാരത്തിനും, ഒരു ബന്ധനത്തിനും, ഒരാവാഹിച്ചു വിട്ട ദുരാത്മവ്യാപാരത്തിനും തകർക്കാൻ കഴിയാത്ത ദൈവശക്തി വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിനും ഇത് ബലത്തോടെ വ്യാപരിക്കുന്നു. ഇന്നത് തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം നന്മയാക്കി മാറ്റത്തക്ക വിധം 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. രാത്രി ശാന്തമായി ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രസംഗത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബോഡി ലാംഗ്വേജ്. ഞാൻ പലപ്പോഴും പ്രസംഗശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
ഞങ്ങൾ പ്രഭാഷണ ശാസ്ത്രം പഠിച്ച കാലത്തിൻ്റെ ഓർമ്മയിൽ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോഴേ അറിയാം ഇതിനോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന്. സ്തോത്രം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹിമാലയ പർവ്വതത്തിൽ മുനി ഇരിക്കുന്നത് പോലെ ഒരൊറ്റ ഇരിപ്പാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്കിടയ്ക്ക് അവർ തലയൊക്കെ ഒന്ന് വെട്ടിച്ച് കണ്ണ് തുറക്കും. അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ ഉണ്ട് എന്നതാണ്. രാത്രിയിൽ ഗാഠമായി മാനസിക പ്രശ്നത്തിന് മരുന്ന് കഴിക്കുകയോ പിന്നെ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായി രാത്രി ഉറങ്ങാതിരിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഈ വെട്ടവും വെളിച്ചവും ഇത്രയും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ വന്നിരുന്ന് ഉറങ്ങാൻ സാവകാശം കിട്ടുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമായി തന്നെ ഞാൻ കാണുകയാണ്. അങ്ങനെയുള്ളവരാരും ഉറങ്ങാതിരിക്കേണ്ട, ശരിക്കും ഉറങ്ങിക്കോ, കാരണം ഇവിടെയും ഒന്ന് ഉറങ്ങണമല്ലോ. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണം, ഈ വചനത്തോട് വ്യക്തിപരമായി നിങ്ങളുടെ താല്പര്യം എത്രമാത്രം ഉണ്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ അറിയാം. എന്ന് പറഞ്ഞാൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ രണ്ട് കാലുകളും ഇരിക്കുന്ന പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ പോരെ. നിങ്ങളുടെ വലത്തെ കൈ നിങ്ങളുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ചാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. പിന്നെ അറിയാതെ നിങ്ങൾ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നതിനിടയിൽ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിപ്പുറകെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. അറിയാതെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ കൈ പോയി തലയുടെ പിൻഭാഗത്ത് വിശ്രമിച്ചാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പിന്നെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ കൂടെ വാച്ചേ നോക്കുകയാണെങ്കിൽ നിർത്താറായില്ലയോ ഉപദേശിക്കുന്ന പറയുന്ന ആർക്കാ മനസ്സിലാക്കാൻ വയ്യാത്തത്? അപ്പം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് ഏതാണ്ട് കാര്യം മനസ്സിലാകും. ഇവിടെ പറയുന്ന വിഷയത്തോട് നിങ്ങൾക്ക് അസാധാരണ ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കെമിക്കൽ മാറ്റം വരെ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ വരവെന്ന് കേൾക്കുമ്പോൾ സ്തോത്രം പറയും ദൈവമക്കളുണ്ട്. മുഖത്ത് നോക്കുമ്പോഴറിയാം വരവിനോടുള്ള ബന്ധത്തിൽ ആസക്തി അകത്ത് തുടിക്കുന്നുണ്ടോ എന്ന്. ഈ കേൾക്കുന്ന ജീവൻ്റെ വചനം നിങ്ങളുടെ അകത്ത് കത്തലായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തെ ബോഡി ലാംഗ്വേജിൽ മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇഷ്ടമുള്ള കാര്യം ഭക്ഷണമാണെന്നിരിക്കട്ടെ, അത് ഞാൻ ഇവിടെ നിന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് ഭക്ഷണം കാണാതെയും ഗന്ധം അനുഭവിക്കാതെയും ശരീരത്തിനകത്ത് മാറ്റം ഉണ്ടാകുമോ? പറയാം, മാറ്റം ഉണ്ടാകും. വാളംപുളി നിങ്ങൾക്കറിയാമല്ലോ, വാളംപുളിയുടെ തവിട്ട് കളറിലുള്ള തോട് അങ്ങോട്ട് പൊളിച്ചു മാറ്റിയിട്ടേ അതിനകത്ത് നിന്ന് മാംസളമായ ഹൽവയുടെ കളറിലുള്ള മാതളം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഒക്കെ ഒന്ന് ഒരച്ചുടച്ച് ചേർത്ത് ചില ആളുകൾ ചുണ്ടങ്ങ് വായിലോട്ട് കയറി പോകുന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാ കാര്യം? ഇത്രയേ ഉള്ളൂ, ശരീരത്തോട് പ്രത്യേക കെമിക്കൽ ബന്ധം ഇതിനുണ്ടെന്നേ. വായി കപ്പൽ ഓടിക്കാമെന്നൊക്കെ പറയത്തില്ലേ? ഇവിടെ നിങ്ങൾ സാധനം കാണാതെ തന്നെ ഇത്രയും മാറ്റം ഈ ശരീരത്തുണ്ടാകാൻ കാര്യമെന്തെന്നറിയാമോ? അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഇതിനകത്ത് വായിൽ തെർമോമീറ്ററും കടിച്ചു പിടിച്ച് ഡോക്ടറിൻ്റെ മുൻപിൽ രോഗി ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നതെങ്കിൽ നിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി അകം തിളയ്ക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ട്. ഈ വചനത്തിൻ്റെ മുൻപിൽ അറിയാതവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് അവരോട് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ ഇരുളിൻ്റെ അധികാരങ്ങൾ കേൾക്കെ നരക കവാടങ്ങൾ വിറയ്ക്കത്തക്ക വിധം നിന്റെ മനസ്സിനകത്ത് ബന്ധിച്ചിരിക്കുന്ന ഭാരങ്ങൾ അകലത്തക്ക വിധം ഈ 5 കാര്യങ്ങൾ ഉറപ്പായി പറയണം, വായി തുറന്ന് പറയണം. 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. ഗ്ലോറി. ശ്രദ്ധിക്കണേ. 1, മുന്നറിവ്. നിങ്ങൾ നോട്ട് ചെയ്യാമെങ്കിൽ നോട്ട് ചെയ്യണം. 1, മുന്നറിവ്, അല്ലെങ്കിൽ എന്നോടൊപ്പം ഒന്ന് പറയണം. 1, മുന്നറിവ്. 2, മുൻനിർണയം. 3, വിളി. 4, നീതീകരണം. 5, തേജസ്കരണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാമേ, ശ്രദ്ധിച്ച് കേൾക്കുക. 1, മുന്നറിവ്, പ്രീ ഡെസ്റ്റിനേഷൻ. 2, മുന്നറിവ് കഴിഞ്ഞാൽ മുൻനിർണയം. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തേത് വിളി. 4-ാമത്തേത് നീതീകരണം. 5-ാമത്തേത് തേജസ്കരണം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, മുന്നറിവ് എവിടെ തുടങ്ങി? ഒടുവിൽ തേജസ്കരണം എവിടെ തീരും? ഉത്തരം പറയാം. ക്ലാസ് അല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് കയറട്ടെ. മുന്നറിവ് എവിടെ തുടങ്ങി? തേജസ്കരണം എവിടെ തീരും? സ്തോത്രം. പ്ലീസ്, മുന്നറിവ് എവിടെ തുടങ്ങി? ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? ഞാനൊരു വാക്യം പറയാം. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവരിൽ തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, നീ ഒഴുകിക്കയറി വന്നതല്ല. കഴിഞ്ഞ പ്രളയകാലത്ത് വെള്ളം കയറിയപ്പോൾ നീ വന്ന് വളർന്നതല്ല.
നീ വഴിവക്കിൽ വന്യമായി നിൽക്കുന്ന ഒരു തടിയല്ല. എൻ്റെ ദൈവത്തിൻ്റെ മുൻനിർണയം, മുന്നറിവ് നിൻ്റെ മേലുണ്ടായിരുന്നെങ്കിൽ നീ സാധാരണക്കാരനല്ല, നീ സാധാരണക്കാരിയല്ല. വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും തേജസ്കരണമോ? തേജസ്കരണം നിത്യതയിൽ തീരും. അപ്പോൾ കെ വി സൈമൺ സാർ എഴുതിയ വേദവിഹാരത്തിനകത്ത് ഇങ്ങനൊരു പ്രയോഗമുണ്ട്. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിൻ അറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാ നീലനീരതിയ ഞാൻ ആദരാൽ വന്നിക്കുന്നേ എന്ന് പറഞ്ഞാൽ, കാലം എന്നൊന്നുണ്ടാകുന്നതിന് മുൻപ്, നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഉണ്ടാകുന്നതിന് മുൻപ്, ഞാൻ കാലൂന്നി നിൽക്കുന്ന ഈ ഭൂമിക്ക് ദൈവം വൃത്തം വരയ്ക്കുന്നതിന് മുൻപ്, എൻ്റെ വല്യപ്പൂപ്പനായ ആദാമിനെ സർവശക്തൻ കളിമണ്ണിൽ കൈക്രിയയിൽ തീർക്കുന്നതിന് മുൻപ്, യുഗായുഗങ്ങൾക്ക് പുറകിൽ ഉണ്ടാകട്ടെ എന്ന കൽപ്പനയിൽ നിതാന്ത ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം വിളിച്ചു വരുത്തുന്നതിന് മുൻപ്, സാധുവായ ഞാൻ നിത്യതയുടെ തങ്കത്തരുവീഥിയിൽ പുത്തനാം യെരൂശലേമിൻ്റെ തങ്കപ്പടിക്കെട്ടിൽ കാലി ചവിട്ടണമെന്ന് മുൻനിർണയിച്ചതിന് ശേഷമാണ് ഈ ഭൂമിക്ക് ദൈവം വൃത്തം വരച്ചതെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, അടുത്തിരിക്കുന്ന ആൾ കേൾക്കെ പറയണം, ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചുണ്ട്. ഈ രാത്രി ദൈവവചനത്തിൻ്റെ വ്യാപാര ശക്തി ഈ ഗ്രൗണ്ടിൽ വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആത്മവ്യാപാരത്തിൻ്റെ ചൈതന്യം ഇന്ന് രാത്രി പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ സ്തോത്രത്തോട് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിനക്കെതിരെ സാത്താന്യ ശക്തികൾ ഒരുക്കുന്ന മന്ത്രവാദത്തിൻ്റെയും ശാപത്തിൻ്റെയും ശക്തികൾ ജയിക്കുമെന്ന് നിന്റെ കാതിൽ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, ഇല്ല 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 ഇല്ല, കൈവെള്ളയിലെ വര പോലെ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് വെച്ചിരിക്കുന്ന പദ്ധതികൾ പൂർണ്ണമാകുന്നത് വരെ ഒരു പൈശാചിക ശക്തികൾക്കും തകർക്കാൻ കഴിയാത്ത ഒരു മാസ്റ്റർ പ്ലാൻ ഞാൻ സേവിക്കുന്ന ദൈവം എന്നെക്കുറിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തിന്മകൾ അതിൽ തന്നെ വേദനയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം ആ തിന്മയെ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. അതുകൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞിട്ട് പറ, എൻ്റെ ദൈവത്തിന് എന്നെ മേൽ അനാദി നിർണയമുണ്ട്. ആ പദ്ധതിയുടെ പാതയിലാണ് എന്നെ ദൈവം വിളിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ രാത്രി ഓർക്കുക, ഇന്ന് നീ അനുഭവിക്കുന്ന തിന്മയിൽ അതിനകത്ത് ദൈവം ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ അനാദി നിർണയം? നിങ്ങൾക്കറിയാമോ? വിധി എന്നത് ക്രിസ്തീയ വിശ്വാസമല്ല, ഭാരതീയ ചിന്തയാണ്. ബൈബിൾ വിധിയിൽ വിശ്വസിക്കുന്നില്ല. ബൈബിൾ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ബൈബിൾ വിധിയിൽ വിശ്വസിക്കുന്നില്ല. ബൈബിൾ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ വിശ്വസിക്കുന്നു. വിധി വേറെ, നിർണയം വേറെ. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഇതകത്തോട്ടൊന്നാകണം. ഇതകത്തോട്ടായി കഴിയുമ്പോഴാണ് പല തെറ്റിദ്ധാരണകളും മാറുന്നത്. ദൈവത്തിന് സ്തോത്രം. പല തെറ്റിദ്ധാരണകളും മാറുന്നത്. പണ്ട് കരപ്പൻ്റെ കാലത്ത് കഷായം കുടിച്ചവരും കുടിപ്പിച്ചവരും ഒക്കെ ഇവിടെ ഇരിപ്പില്ലേ? ഞാനും കുടിച്ചിട്ടുണ്ട്. ശരിക്ക് കരപ്പൻ വന്നതാ. അന്ന് അമ്മ കുളിപ്പിക്കാനായിട്ട് നനകല്ലെ കയറ്റി നിർത്തിയിട്ട് കൊടിത്തണ്ട് പറിക്കാൻ പോകുമ്പോഴേ മനസ്സിലാകും പരിപാടി വരുന്നുണ്ടെന്ന്. സ്തോത്രം. പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഒരു പിടിപ്പീരുണ്ട്. വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അവസാനം കടുങ്കാപ്പിയുടെ കളറുള്ള ഈ കട്ടിക്കഷായമുണ്ടല്ലോ, ആയുർവേദ കഷായം, അത് വായിലോട്ടൊന്ന് ഒഴിച്ചു തരാൻ വേണ്ടി അവിടെ നിന്ന് നിൽക്കാത്തത് കൊണ്ട് അപ്പൻ മുട്ടിനിടയിലോട്ട് കയറ്റി നിർത്തി 2 കൈയും പുറകോട്ട് പിടിച്ചു കെട്ടി ഒരു കുടിപ്പീരുണ്ട്, അപ്പനും അമ്മയും കൂടെ. സ്തോത്രം. എന്തിനാ ഇത് ചെലുത്തുന്നെന്ന് ചോദിച്ചാൽ, ഇവത്തെ 2 തുടം അകത്ത് കയറിയാൽ ഈ കരപ്പൻ മാറുമെന്ന് ഉറപ്പാണ്. ഇന്ന് രാത്രി ഇവത്തെ 2 തുടം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ ആത്മീയ കരപ്പൻ മാറുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ രാത്രി ഹൃദയം തുറന്നൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു പദ്ധതി നീ സേവിക്കുന്ന ദൈവത്തിന് നിന്നെക്കുറിച്ചുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന തിന്മകൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റും. ആ കരം ജീവൻ്റെ പുറകിൽ കണ്ടുകൊണ്ട് ഈ രാത്രി അനുഭവിക്കാൻ
സഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ. ആരും ഇന്ന് രാത്രി മൗനമായിരുന്നാലും ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മുള്ളുകൾക്ക് നന്ദി എന്ന് പറയാൻ എത്ര ദൈവമക്കളുടെ കരങ്ങളത് ഉയർന്നിരിക്കും. പോരാ 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 പോരാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വേദനകൾ അത് നിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാണെന്നും ഇത് നിൻ്റെ പതനമാണെന്നും മറ്റു പല പ്രിയപ്പെട്ടവരുടെയും ജീവിതം പോലെ ഇത് കരുപിടിക്കില്ലെന്നും നിൻ്റെ മനസ്സ് നിന്നോട് വല്ലാതെ മന്ത്രിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ നീ പ്രതിഫലം ഏറ്റുവാങ്ങാൻ തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക, നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലം ലഭിക്കാൻ തുടങ്ങുന്നത്. ചില വ്യക്തികളുടെ നേരെ കൈവച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പ്രവചന നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നീ കുടിച്ചു തീർത്ത അനുഗ്രഹത്തിൻ്റെ വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി സഹിക്കുന്ന മുള്ളുകളെ ഓർത്ത് ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, ദൈവമേ നന്ദി. കാരണം ഭക്തന്മാരെല്ലാം ഇതിനകത്തൂടെ കടന്നുപോയവരാണ്. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലണ്ടിൽ ഒരിക്കൽ സന്ദർശനാർത്ഥം പോയപ്പോൾ അവിടെ ഒരു കർത്തൃദാസൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ച ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ മുറി സന്ദർശിച്ചു. അതിൽ താൻ ഉപയോഗിച്ച ഷൂസും താൻ ഉപയോഗിച്ച സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അന്ന് കുതിരപ്പുറത്തായിരുന്നു യോഗത്തിന് പോകുന്നത്. പക്ഷേ അന്ന് സോക്സ് എടുത്തിട്ടപ്പോൾ കൊട്ടിക്കുടയാൻ നേരം കിട്ടാഞ്ഞതുകൊണ്ട് ഉറുമ്പുണ്ടായിരുന്ന കാര്യം വിസ്മരിച്ച് കയറ്റിയിട്ടു. സ്പീഡിൽ യാത്ര തുടർന്നു. യാത്രയ്ക്കിടയിലാണ് സോക്സിനകത്ത് വല്ലാത്ത ഉറുമ്പ് കടി. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും മനസ്സിനകത്ത് വേദനയുടെ വല്ലാത്ത ഉറുമ്പ് കടി സഹിച്ചുകൊണ്ട് പലരും ഇതിനകത്തുണ്ടല്ലോ. സ്തോത്രം. ഞാൻ പറയട്ടെ, കുതിരപ്പുറത്തോട്ട് കുനിഞ്ഞു കടന്ന് ഒരു കൈ കൊണ്ട് ഷൂസിനിടയിലോട്ട് വിരലിറക്കി സോക്സിനകത്ത് ഉറുമ്പിനെ ഞെരുടിയാ പുള്ളി യോഗത്തിന് പോയത്. യോഗസ്ഥലത്ത് ചെന്നു, പ്രസംഗം കഴിഞ്ഞു. അന്ന് ഒരു കാട്ടുകള്ളനും സംഘവും രക്ഷിക്കപ്പെട്ടു. അവർക്ക് അന്നത്തെ പതിവനുസരിച്ച് സാക്ഷ്യം പറയാൻ എല്ലാവർക്കും അവസരം കൊടുക്കും. സാക്ഷ്യം പറയാൻ മുന്നോട്ട് വിളിച്ചു. അപ്പോൾ ആ കാട്ടുകള്ളൻ പറഞ്ഞ സാക്ഷ്യം കേൾക്കണോ? ഞാനേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടൊന്നുമല്ല രക്ഷിക്കപ്പെട്ടത്. കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ കൊല്ലാൻ കാട്ടുപാതയിൽ കമ്പി വലിച്ചു കെട്ടി ഞങ്ങളുടെ കൊള്ള സംഘം കാത്തുനിന്നു. വനത്തിനകത്തൂടി ഇദ്ദേഹം വരുന്ന പാത്തിൽ ക്രോസ് കമ്പി വലിച്ചു കെട്ടിയിരുന്നു. പക്ഷെ കമ്പിയോട് തലയടുത്തപ്പോൾ ഇദ്ദേഹം കുനിഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ കമ്പി മറ്റൊരിടത്ത് കൊണ്ടുപോയി വലിച്ചു കെട്ടി. അവിടെയും കമ്പിയോട് തലയെടുത്തപ്പോൾ ഇയാൾ കുനിഞ്ഞു. 2-3 വട്ടം ആവർത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇയാൾ കമ്പിയോട് തലയെടുക്കുമ്പോൾ കുനിയിക്കുന്നൊരു ശക്തി ഇയാളകത്ത് വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ആ ദൈവദാസനോട് ചോദിക്കണം, ഉറുമ്പിനെ ഞെരിടാൻ കുനിഞ്ഞതാ? ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഇന്ന് നീ അനുഭവിക്കുന്ന ചില വേദനകളുടെ പുറകിൽ മറച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടി ഇന്ന് നിനക്ക് മനസ്സിലാകില്ല. ഒരു ദിവസം നിത്യതയുടെ തീരത്ത് കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ നിരയിൽ ദൈവപുത്രൻ്റെ തേജസ്സിൻ്റെ മഹത്വം ധരിച്ച് എത്തിച്ചേരുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ വിളിച്ചു പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എൻ്റെ ആ തിന്മയെ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റി. ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണേ. വേദപുസ്തകത്തിലെ ഭക്തന്മാർ, ഏറ്റവും കൂടുതൽ ഭക്തി ജീവിതത്തിൽ മുൻപോട്ട് പോയ വിശുദ്ധന്മാർ അനുഭവിച്ചിട്ടുള്ളത് അനുഗ്രഹമായിരുന്നോ കഷ്ടതയായിരുന്നു? ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ, ഇത്ര ശബ്ദം ഉയർത്തി. ഇന്ന് എന്തിനാ വന്നേക്കുന്ന? കഷ്ടത മാറാനാണോ? സ്തോത്രം. ദൈവം കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായി നിത്യതയുടെ പറുദീസയിലേക്ക് വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് കയറിപ്പോയ മനുഷ്യകുലത്തിലെ വ്യക്തിയുടെ പേര് പറയാമോ? ശ്രദ്ധിച്ച് കേട്ടച്ച് പറഞ്ഞാൽ മതി. ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവഭക്തന്മാരുടെ ചരിത്രത്തിൽ നിത്യതയിലോട്ട് ആദ്യം കയറിച്ചെന്ന വിശുദ്ധന്റെ പേര് പറയാമോ? സ്തോത്രം. ഹാബേൽ. കട്ടിലേക്ക് കടന്നാന്നോ ചത്തേ? ചാകാൻ നേരത്ത് വായുകൂളിയെ ഉരച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നോ? സ്തോത്രം.
സ്വന്തം സഹോദരൻ്റെ അടിയേറ്റ് രക്തത്തിൽ കുളിച്ച് സ്വന്തം സാക്ഷ്യം സ്വന്തം രക്തം കൊണ്ട് മുദ്ര വെച്ച് ആ ദൈവഭക്തൻ അവിടെ എത്തിയത് കഷ്ടതയുടെ പാതയാണെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിലൊരു സംഘത്തെക്കുറിച്ച് പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. തങ്ങളുടെ യേശുവിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അവർ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന കഷ്ടതയ്ക്കകത്ത് അനുഗ്രഹത്തിൻ്റെ പദ്ധതികൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ഈ രാത്രി വിളിച്ചു പറയണം, നന്മയായാലും തിന്മയായാലും, ഉയർച്ചയായാലും തളർച്ചയായാലും, കുതിപ്പായാലും കിതപ്പായാലും, എൻ്റെ ദൈവം എനിക്ക് അനുവദിക്കുന്ന പാതയിലൂടെ സ്തോത്രം ചെയ്ത് നീങ്ങാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. ഭക്തന്മാർ വിളിച്ചു പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. ഗ്ലോറി, ഹല്ലേലൂയ. ഞാനിന്ന് രാത്രി പറയട്ടെ, യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാമോ? യിരെമ്യാവ് ഇങ്ങനെ പറഞ്ഞത്, കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? എൻ്റെ ജനത്തെ വിട്ട് പോയിക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കരമുയർത്തിപ്പിടിച്ചേ നിങ്ങൾ. ഈ ദൂതിന്ന് രാത്രി ചില ചങ്കിന് നേരെ ചാട്ടുള്ളി പോലെ കയറി ചെല്ലട്ടെ. നീ വിശുദ്ധനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ചില ശോധനകളുണ്ട്. അത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെ തെളിയിക്കാനാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലെ കരമുയർത്തി പിടിച്ചുകൊണ്ട് പറയണം, കഷ്ടത മുഴുവൻ അടിച്ചു പമ്പയാറ്റി ചാടിക്കുന്ന ദൈവശക്തി അല്ല ഇവിടെ വ്യാപരിക്കുന്നത്. നിനക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ കഷ്ടത അനുവദിക്കാതെ അതിൻ്റെ കൂടെ പോക്കുവഴി തരുന്ന ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. എൻ്റെ കഷ്ടതയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി മറഞ്ഞിരിപ്പുണ്ട്. അത് സഹിക്കാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ഈ രാത്രി ദൈവശക്തിയുടെ ദർശനം വ്യാപരിക്കുകയാണ്. വ്യക്തികളുടെ ചിന്താമണ്ഡലത്തിന്മേൽ സാത്താൻ ചില ബന്ധനങ്ങൾ ഇട്ടിട്ട് പ്രാർത്ഥനയുടെ മറുപടി അനുഭവിക്കാതിരിക്കത്തക്ക വിധം നിന്നെ തെറ്റായ ദിശയിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ഈ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം മറഞ്ഞിരിപ്പുണ്ട്. അത് തിന്മയ്ക്കല്ല, ഒടുവിലത്തെ അധ്യായത്തിൽ അത് നന്മയ്ക്ക് തന്നെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. രൂത്തിൻ്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. നവോമിയുടെ കയ്പിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. ഇയ്യോബിൻ്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. എങ്കിൽ നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. ഇന്ന് നിനക്കത് തിന്മയായി തോന്നിയാലും പരിശുദ്ധാത്മാവ് ശക്തമായി ഒരു ദൈവിക ദൂത നിന്നോട് പ്രകാശിപ്പിക്കുന്നു. അധികം താമസിക്കാതെ അത് നിന്റെ ജീവിതത്തിൽ നന്മയായി മാറത്തക്ക വിധം ആ കർത്തൃകരം ഈ രാത്രി ഇവിടെ ഉയരുകയാണ്. സ്വർഗം തുറന്നു നിൽക്കുന്ന ഈ രാത്രി, അഭിഷേകത്തിൻ്റെ തൈലനദി ഒഴുകുന്ന ഈ രാത്രി, ദൈവസാന്നിധ്യം ജ്വലിച്ചു കത്തുന്ന ഈ രാത്രി, ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിൻ്റെ തേജസ്, പത്മോസിൽ ഇറങ്ങി വന്ന ദൈവപുത്രൻ്റെ കരം, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ ചലിച്ചവൻ്റെ കരം, ഇത്രയും ദൈവമക്കളുടെ മധ്യത്തിൽ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ, ഈ രാത്രി നിന്റെ കൃപ എൻ്റെ മേൽ പകരണം. അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. രാത്രി നിങ്ങൾ ഓർക്കണേ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ആത്മാവിൽ പ്രവചിച്ച ദാവീദ് താൻ എഴുതുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. സ്തോത്രം. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. സ്തോത്രം. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, മനസ്സ് വല്ലാതെ കലങ്ങിയിട്ട്
ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് നടുവിൽ മരണം ഇഞ്ഞു വന്നിരുന്നെങ്കിൽ, അധികം കഷ്ടപ്പെടാതെ ഈ മണ്ണ് വിട്ടങ്ങ് വിട പറഞ്ഞിരുന്നെങ്കിൽ എന്നോർത്ത് ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ട്. നിന്റെ മനസ്സിൻ്റെ തലത്തെ ബന്ധിച്ച് അതൊരു ഡിപ്രഷനിലേക്ക് പോലും കൊണ്ടുപോകത്തക്ക വിധം വല്ലാതെ വാദിച്ചു നിൽക്കുന്ന ചില ശക്തികൾ നിന്റെ മേൽ ഈ രാത്രി പിടിമുറുക്കിയിരിക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ട് സങ്കല്പിക്കത്തക്ക വിധം നിന്റെ മേൽ ഹാലൂസിനേഷൻ്റെ ബന്ധനം അത് ഒരുക്കിയിരിക്കുന്നു. ഈ രാത്രിയിൽ അസാധാരണ സംശയങ്ങൾ നിന്റെ ജീവിതത്തിൽ ഈ രാത്രി ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഓ ദൈവത്തിന് സ്തോത്രം. ഓവറായിട്ടുള്ള മാനസിക വേദന നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് ഒറ്റയ്ക്ക് കഴിയാൻ നിന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, ഇല്ല, ദൈവം ആ വിഷയത്തിന്മേൽ ഇടപെടാൻ തുടങ്ങുന്നു. 2024 ഏപ്രിൽ മാസത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഈ 8:35 നിന്റെ വിഷയത്തിന്മേൽ സ്വർഗം ഇടപെടാൻ തുടങ്ങുന്നു. നിന്റെ പ്രാർത്ഥനയുടെ കരം ഉയർന്നിരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ആ വിഷയത്തെ തൊടാൻ തുടങ്ങുന്നു. ഞാനിന്ന് രാത്രിയിൽ പ്രവചന നിയോഗത്തോടെ ഇതിനകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്കുള്ള ദൂത് ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരുക്കുകയാണ്. കഴുകുമരം ഒരുക്കി ഡേറ്റും തീരുമാനിച്ച് തന്ത്രങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹാമാൻ എത്ര പ്രബലനാണെങ്കിലും ആരുടെ കഴുത്ത് വേണം ആ കഴുകുമരത്തിൽ കുരുങ്ങാനെന്ന് എൻ്റെ ദൈവം അനുവദിക്കാതെ സംഭവിക്കയില്ലെങ്കിൽ ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇതിൽ തന്നെ തിന്മയാണെങ്കിലും അധികം താമസിക്കാതെ ദൈവം അതിന്മേൽ ഇടപെടും. ഗ്ലോറി 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്ന ദൈവിക ദൂതുകൾക്ക് പ്രതികരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിന് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഏറ്റവും ബുദ്ധിമാനായ ജ്ഞാനിയാണ് അഹീതോഫേൽ. തൻ്റെ വിശ്വസ്ത മന്ത്രി കൂറുമാറിക്കഴിഞ്ഞു ഗൂഢാലോചനയ്ക്ക്. പിതാവ് ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. പക്ഷേ ദാവീദിനോട് ചോദിക്ക്, ഇവൻ്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. തലയിൽ പൂഴി വാരിയിട്ട് ചെരുപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം തല മൂടിക്കൊണ്ട് കയറിപ്പോകുന്ന സമയം ഏറ്റവും മ്ലേച്ഛമായ വാർത്ത യെരുശലേം നഗരവീഥിയിൽ നിന്റെ കാതിലെത്തി നിൽക്കുമ്പോൾ, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരയുന്ന ദാവീദേ, നിന്റെ വിഷയം ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, കോടതിയിൽ കേസ് ഫയൽ ചെയ്താൽ ഉടൻ വിധി വരില്ല. നിന്റെ കേസ് സ്വർഗം ഏറ്റെടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നൽകുന്ന നിയോഗമാണ്. നിന്റെ കേസ് സ്വർഗത്തിൻ്റെ കോടതി ഏറ്റെടുത്തിട്ടുണ്ട്. വിഷയത്തിന്മേൽ നടപടി ഉണ്ടാകുന്ന ദിവസങ്ങളാണ് നീ ഇനി കാണാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണേ. ഈ ഭക്തനെതിരെ ഉയർന്ന കരങ്ങളെ ദൈവം കൈകാര്യം ചെയ്തപ്പോൾ, സ്തോത്രം, അബ്ശാലോം യാത്ര ചെയ്ത കോവർ കഴുത അവൻ്റെ ആരാച്ചാരായി മാറി. അവൻ്റെ അഭിമാനമായ തലമുടി അവൻ്റെ തൂക്ക് കയറായി മാറി. അവൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന തണൽ നൽകുന്ന കരിവേലകം അവൻ്റെ കഴുകുമരമായി മാറി. എൻ്റെ ദൈവം അതിന്മേൽ പ്രവർത്തിച്ചത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മേൽ അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ അധ്യായം ആരംഭിക്കുന്ന രാത്രിയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ ആമേൻ പറഞ്ഞിട്ട് പറയണം, എല്ലാം നന്മയ്ക്കായി. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും മനോധൈര്യമുള്ള കഥാപാത്രമാരായിരുന്നു? മനോധൈര്യമുള്ള കഥാപാത്രം അത് ഏലിയാവ് തന്നെയായിരുന്നു. രാജകൊട്ടാരത്തിൻ്റെ കോട്ട കൊത്തളങ്ങളെയും കാവൽ നായ്ക്കളെയും കരിമ്പൂച്ചകളെയും ഭയപ്പെടാതെ ഒരു കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിനകത്തോട്ട് കയറി മുഖത്ത് വിരൽ ചൂണ്ടിയിട്ട്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ആകാശം പൂട്ടിക്കെട്ടി താക്കോല് കയ്യിൽ വാങ്ങിക്കാൻ കഴിവുള്ളൊരു അഭിഷിക്തനുണ്ടെങ്കിൽ അത് ഏലിയാവാണ്. സ്തോത്രം. ഇനിയും നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഓർത്ത് നോക്കിയേ. ഏലിയാവിൻ്റെ ജാതകം
എന്ന് മലയാള ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഒന്ന് എഴുതിയാൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം. തിസ്ബിയയുടെ മലങ്കാടുകൾക്കിടയിലെ വൃക്ഷനിബിഡമായ വനമേഖലയിൽ എവിടെയോ പ്രാർത്ഥനാ നിരതനായി കഴിയണം. ഒരു കൊടുങ്കാറ്റ് പോലെ രാജകൊട്ടാരത്തിലെത്തി അവൻ്റെ മുഖത്ത് നോക്കി ആഹാബിനോട് ദൂത് പറയണം. പിന്നെ കെരീത്തിൽ പോയി വിശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടാൻ നേരത്ത് സാമ്പാസ്റ്റർ അയച്ചു തന്ന ആ പ്രത്യേക GPS സിസ്റ്റത്തിലെ അതേ ആ പ്രത്യേക മാറ്റർ ഇട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇടത്തോട്ട് വലത്തോട്ട് മുൻപോട്ട് പുറകോട്ട് എന്നൊക്കെ പറയലേ. ഇതുപോലെ ഇറച്ചി വായിൽ കിട്ടിയാൽ തിന്ന് കഴിഞ്ഞാൽ കൊടല് പൊട്ടിയാലും കൊടുക്കാത്ത ക്രാ ക്രാ എന്ന ക്രാരവനാദം ഉയർത്തുന്ന കാക്ക എന്ന ആ വികൃത ജീവിയുടെ ചുണ്ടിൽ ആ ഭക്ഷണം കൊടുത്തിട്ട് അതിൻ്റെ തലയ്ക്കകത്ത് GPS വെച്ച് കെരീത്ത് കരയിൽ എത്തിക്കത്തക്ക വിധത്തിൽ വഴി തിരിച്ചു വിട്ട കരമേതാ? അതിന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിന് സ്തോത്രം. കാക്കച്ചുണ്ടിൽ നിന്ന് കഴിക്കണം. അവിടുന്ന് കെരീത്തിൻ്റെ വഴി അടഞ്ഞു കഴിയുമ്പോൾ സരേപ്തയിൽ സാധു വിധവയുടെ കലത്തിലെ മാവിനെ പ്രകൃതിയാതീതമായി വർദ്ധിപ്പിക്കണം. മരണക്കിടക്കയിൽ ശരീരത്തിൽ നിന്നും പറന്നകന്ന് പറുദീസയിൽ വിശ്രമിക്കുന്ന അവളുടെ മകൻ്റെ ഡെഡ് ബോഡിയിൽ നിന്നും പറന്നുപോയ ആത്മാവിനെ തിരിച്ച് ആ ശരീരത്തിൽ മടക്കി കയറ്റണം. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. പ്രാർത്ഥിച്ച യാഗപീഠത്തിൽ തീ ഇറക്കണം. ബാലിൻ്റെ പ്രവാചകന്മാരെ വെട്ടി തകർക്കണം. അവസാനം അഗ്നി അശ്വത്തേര് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം അതിലോട്ട് കയറിയിരുന്ന് ഏലിശ നോക്കി നിൽക്കെ തീജ്വാലയിൽ തീർത്ത അഗ്നിജ്വാലയിൽ തീർത്ത കുതിരയിൽ മോളിലോട്ട് കയറിപ്പോകണം. എന്നിട്ട് അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കണം. മനുഷ്യ കുലത്തിൽ ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ സ്വർഗത്തിൽ മനുഷ്യ ശരീരത്തിൽ ഒരുത്തനുണ്ടെങ്കിൽ അത് ഏലിയാവായിരിക്കണം. യേശു ബലഹീനനാകുമ്പോൾ അവന് ധൈര്യം പകരാൻ മറുരൂപമലയിൽ ഇറങ്ങി വരണം. എതിർ ക്രിസ്തുവിൻ്റെ ഭീകര പീഡാകാലത്ത് പലസ്തീൻ്റെ മണ്ണിൽ ആക്രമണം നടക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ കൈയാൽ കൊല്ലപ്പെട്ടിട്ട് അവർ കാണുക എല്ലാവരും വെബ്സൈറ്റിലും മൊബൈൽ ഫോണിലും നോക്കി നിൽക്കുമ്പോൾ യെരൂശലേം നഗരവീതിയിൽ നിന്ന് കാലൂന്നി എഴുന്നേറ്റ് മഹോപദ്രവകാലത്ത് പറുദീസയിലേക്ക് മടങ്ങിപ്പോകണം. ഇത്രയും പദ്ധതി ദൈവം പ്ലാൻ ചെയ്തവനാണോ? നാളെ പട്ടി തിന്ന് തീർക്കാനിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുൻപിൽ മരണം കൊതിക്കുന്നത്? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പദ്ധതികൾ എത്ര ശക്തമാണെങ്കിലും നിന്റെ മനസ്സിനെ തകർത്ത് ബന്ധിക്കാൻ ശ്രമിക്കുന്ന വ്യാപാര ശക്തികളെ ഈ രാത്രി സ്വർഗം ഉടച്ചു മാറ്റിയിട്ട് ഒരു അസാധാരണ ബലം നിന്റെ മേൽ സ്വർഗം പകരുകയാണ്. അത് കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. യെസ്, പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കുന്ന നിന്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ്സാണ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില തിന്മകൾ, ഈ ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മുതൽ ഈ വചനം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില തിന്മകൾ ഇതിനകത്ത് തിന്മയായി തകർക്കാനല്ല, അതിനകത്ത് എൻ്റെ ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരമുയരുകയാണ്. എന്നാൽ ഞാനൊരു വസ്തുത പറയാം. തിരുവെഴുത്ത് പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യം നിങ്ങൾ ആഴത്തിൽ തിരിച്ചറിയണം. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇനി നിങ്ങളുടെ സ്തോത്രം ഒരല്പം കുറവാകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുമോ? അതെ. ഇസ്രയേലിൻ്റെ മധുര ഗായകനായ ദാവീദ് താങ്കളായാലും, ഭക്തത്രയങ്ങളിൽ പ്രധാനിയായ അബ്രഹാമേ അവിടുന്നായാലും, യെരൂശലേം ദൈവാലയമേ അങ്ങായാലും, വിശുദ്ധി പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞാൽ അതിൻ്റെ ശിക്ഷാക്രമം നിന്നിൽ അനുഭവിച്ചിരിക്കും. ഈ ദൂത് ഇന്ന് രാത്രി കുറിച്ചു വെച്ചുകൊള്ളണം. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു. ഞാൻ നിന്നെ പോലെയുള്ളവൻ എന്ന് നീ നിരൂപിച്ചു. ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ടാനന്ദിക്കും. അവൻ തൻ്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും.
മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്ക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലോ. ഇന്ന് രാത്രിയെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ പ്രിയപ്പെട്ടവരെ, ശബ്ദമുയർത്തിയ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ഭയപ്പെടുന്നൊരു വാക്യം പറയാം. വാഗ്ദത്ത നാടിന്റെ വക്കിലൂടെ ഒഴുകുന്ന യോർദാൻ നദിയുടെ ഇങ്ങേ കരയിൽ BC 1451 കരം താഴ്ത്തിയിടാം. മോവാബ് സമൂഹം ഈ മോശ എത്തിച്ചേർന്നപ്പോൾ പർവ്വതത്തിന് മുകളിൽ കവിണ് വീണുകൊണ്ട് അവിടുത്തോട് പറഞ്ഞു, ഈ നദി കടന്ന് ഞാൻ വാഗ്ദത്ത ദേശം ഒന്ന് കണ്ടുകൊള്ളട്ടെ. ദൈവാത്മാവ് പറഞ്ഞു, ഈ തിങ്കൽ ഇനിയും എന്നോട് സംസാരിക്കരുത്. കലഹജലത്തിങ്കൽ വെച്ച് നിങ്ങളെന്നെ വിശുദ്ധീകരിക്കായികയാൽ നീ അവിടെ കാടായി ഇല്ല. ഞാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവത്തിൻ്റെ വിശുദ്ധി കത്തുന്ന വിളക്കാണ്. പരസ്യ ജീവിതത്തിന്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി കാണുന്ന കണ്ണ് ഇന്ന് രാത്രി ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. വാഗ്ദത്തം സത്യമാണെങ്കിലും ദൈവഹിതത്തിന് വിപരീതമായി ചുവട് വെച്ചാൽ തിരിച്ചടി കൊയ്യാതിരിക്കില്ല. ഒറ്റ പരിഹാരമാർഗമേ ഉള്ളൂ, അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കണം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, തിരുവെഴുത്തിൽ ഒരു സംഭവം മാത്രം നിങ്ങളുടെ മുൻപിലോട്ടൊന്ന് പ്രസന്റ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലെ ദാവീദ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവൻ സന്ധ്യാസമയത്ത് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം എന്താ? പകല് മുഴുവൻ, പറയാം, പകല് മുഴുവൻ പറഞ്ഞേ, പകല് മുഴുവൻ പ്രാർത്ഥനയായിരുന്നു, ഉറക്കമായിരുന്നു. എന്തായിരുന്നു ദാവീദിന്റെ കഷ്ടകാലത്തെ പ്രാർത്ഥന? ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. എവിടാ കടന്നുറങ്ങിയത്? പള്ളിമെത്തേലല്ല, മച്ചിൻ്റെ കീഴിലല്ല, പാറപ്പുറത്തായിരുന്നു. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ ചില വ്യക്തികളെ ചൂണ്ടി വിളിച്ചു പറയാം. കഷ്ടതയുടെ പാറപ്പുറത്ത് നീ വിശ്രമിച്ച കാലത്ത് നിന്നിൽ വ്യാപരിച്ച ദൈവകൃപ അനുഗ്രഹത്തിൻ്റെ മച്ചുള്ള കൊട്ടാരത്തിൽ എത്തിക്കഴിയുമ്പോൾ നഷ്ടമായാൽ സഹിക്കാൻ കഴിയാത്ത ചില ശോധനകൾ നിന്നെ തേടിയെത്തുമെന്ന് വിസ്മരിക്കരുത്. തിരിച്ചറിയുക, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ ചുറ്റിത്തിരിയുന്നു. സന്ധ്യാസമയത്ത് കട്ടിൽ എഴുന്നേറ്റു. അനാവശ്യമായ ഒരു സ്ഥലത്തോട്ട് എൻ്റെ മാന്യതയ്ക്കും സദസ്സിൻ്റെ നിലവാരത്തിനും പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീയുടെ കുളിക്കടവിലേക്ക് കണ്ണുപോയി. കണ്ണുപോയതിൻ്റെ പുറകെ ആള് പോയതിൻ്റെ പുറകെ ആള് വന്നു. കൊട്ടാരത്തിലൊരു കുട്ടിക്കല്യാണം അങ്ങ് നടന്നു. നാട്ടിലെന്തായിരിക്കും സംഭാഷണം? പറയാം സംഭാഷണം എന്താന്ന്. ഞങ്ങളുടെ രാജാവിനെ പോലെ വിശാല ഹൃദയമുള്ള രാജാക്കന്മാരെ എവിടെ കിട്ടും? ഞങ്ങളുടെ ഒരു കാലാൽ പടയാളി അടുത്ത ദിവസങ്ങളിൽ യുദ്ധത്തിൻ്റെ മുൻനിരയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ദുഃഖം മാറ്റാൻ ഞങ്ങളുടെ മഹാരാജാവ് അവളെ കൂടെ ഭാര്യയാക്കിക്കൊണ്ട് വിശാല ഹൃദയം കാണിച്ചു എന്നായിരിക്കും നാട്ടുകാർ പറയുന്നത്. എടാ, ഇതൊന്നുമല്ല പരിപാടി നടന്നത്. നിന്റെ പാപത്തെക്കുറിച്ച് നാട്ടുകാർ എന്തഭിപ്രായം പറഞ്ഞാലും അഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ തൊട്ടു പുറകെ വരുന്നുണ്ട്. നീ വിതച്ചത് കൊയ്യത്തക്ക വിധം ദൈവകരം ഇതിനെ മീതെ ഉയരും. തിരിച്ചറിയുന്ന ദൈവമക്കളുടെ മുൻപിൽ ഞാൻ ആമേൻ വെച്ച് വിളിച്ചു പറയുന്നു. അനുതപിക്കാൻ ദൈവം ഒരുക്കിയ അവസരമാണ് ഉപവാസ പ്രാർത്ഥനയെന്ന് മറക്കരുത്. നിന്റെ ഉത്തരവാദിത്തം വിസ്മരിക്കരുത്. നിന്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതം പുറകെ വരും. ഞാൻ ചോദിക്കുന്നു, ദാവീദിൻ്റെ ബത്ശേബയുമായിട്ടുള്ള പുളിച്ച പാപം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് പ്രവാചകൻ നാഥാൻ കൊട്ടാരത്തിലെത്തിയത്? നിങ്ങൾക്ക് പറയാം മറുപടി. കുറഞ്ഞത് 1 കൊല്ലം കഴിഞ്ഞ്. കാരണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്വർഗം അല്പസമയം പാപത്തെ മൗനമായി കണ്ടത് മറന്നതുകൊണ്ടല്ല,
ദൈവത്തിൻ്റെ ദീർഘക്ഷമ നിനക്ക് മാനസാന്തരത്തിന് അനുവാദം തരത്തക്ക വിധം ദൈവകരം ഉയരുന്നതിന് മുമ്പ് നിലവിളിക്കാൻ വിളിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന സാധാരണ യോഗമല്ല. ചില വ്യക്തികളെ നിലവിളിക്കാൻ എൻ്റെ ദൈവം വിളിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. മറക്കരുത്, ദൈവാത്മാവ് പറയുന്നു, ചില വ്യക്തികളെ കരയാൻ വിളിക്കുകയാണ്. സ്തോത്രം. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിലേക്ക് നാഥാൻ എത്തുന്നു. രംഗം കാണണേ. ഒരു ഉദാഹരണത്തിലൂടെ തുടങ്ങി. നിന്റെ നാട്ടിലെ ഒരു നീചകൃത്യം നടന്നിരിക്കുന്നു. സാധുവായൊരു മനുഷ്യൻ, അയാൾ ആറ്റുനോറ്റ് വളർത്തിയ ഒരു കുഞ്ഞാട്. എന്നാൽ ധനാഢ്യനായൊരു മനുഷ്യൻ, അയാൾക്ക് നിരവധി ആടുകൾ. ധനാഢ്യൻ്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ സാധുവായ മനുഷ്യൻ്റെ വീട്ടിലെ ഈ കുഞ്ഞാടിനെ പിടിച്ച് ധനാഢ്യൻ കശാപ്പ് ചെയ്ത അതിഥികൾക്ക് വിളമ്പി. ഈ ക്രൂരത നിന്റെ നാട്ടിൽ നടന്നിരിക്കുന്നു. ദാവീദല്ലേ ആള്? ചിലർക്ക് കോപം കൂടിയാൽ മൂക്ക് വേർക്കുന്നത് പോലെ ഇദ്ദേഹത്തിന് കോപം കൂടി. പുള്ളി വാൾപ്പിടിയിൽ കൈമുറുക്കി. ആരവിടെ? അവൻ മരിക്കണം. ആര്? ആടിനെ കൊന്നവൻ. അടുത്ത പ്രയോഗം, അവന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം. സ്തോത്രം. ആരായി പറയുന്നേ? ആളിനെ കൊന്നവൻ. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആടിനെ കൊന്നവനെ കുറിച്ചാണ് പറയുന്നത്. ചിലരുടെ വിശുദ്ധിയുടെ പേരിലുള്ള തീവ്രതയൊക്കെ കാണുമ്പം പല കാര്യം അറിയാവുന്നത് കൊണ്ട് വല്ലാതെ അങ്ങ് രസം വരും. സ്തോത്രം. ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുൻപ് മുഖത്തോട്ട് ചൂണ്ടിക്കൊണ്ട് നാഥാൻ പറഞ്ഞു, നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രായേൽ എല്ലാം കാണെ സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. വാൾ നിന്റെ ഗൃഹത്തെ വിട്ടുമാറുകയില്ല. നിന്റെ ഗൃഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. ഞാൻ ഹോരേബിൽ മോശ തീയുടെ മുൻപിൽ നിന്നതുപോലാണ് ഈ പുൾപിറ്റിൽ നിൽക്കുന്നത്. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തം വായിൽ നിന്ന് പറഞ്ഞ വിധി ആദ്യം ഈ ദേഹത്തിലേക്ക് വരാൻ തുടങ്ങുക. 4 ഇരട്ടി. ഒരാടിനെ കൊന്നാൽ 4 ആടിനെ തിരിച്ചു കൊടുക്കണം. അതല്ലേ 4 ഇരട്ടി? ദാവീദിൻ്റെ ബത്ശേബയിലുണ്ടായ കുഞ്ഞ് മരിച്ചു, 1 ഇരട്ടി. അബ്ശാലോം അമ്നോനെ അടിച്ചു കൊന്നു, 2 ഇരട്ടി. അബ്ശാലോം എന്ന 3ാമത്തെ മകൻ കരിവേലകത്തിൽ കെട്ടിഞ്ഞാന്ന് ചത്തു, 4 ഇരട്ടി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, അദോനിയ രാജാവ് കുമാരൻ്റെ മരണമറിഞ്ഞ് ഈ ദൈവഭൃത്യൻ വസ്ത്രം കീറി നിലവിളിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി 4 മക്കളുടെ മരണത്തിന് ഒരപ്പൻ സാക്ഷ്യം വഹിക്കുമ്പോൾ, ദാവീദേ, ഇത് ബന്ധനമല്ല, ഇത് ശാപക്കെട്ടല്ല, ഇത് അറബിക്കെട്ടല്ല, ഇത് ക്ഷുദ്രപ്രയോഗമല്ല. നീ വിതച്ചത് നീ നിന്റെ ജീവിതത്തിൽ കൊയ്തെടുക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പിന്നീട് ഭവിച്ചത് അതിഭയങ്കരമാണ്. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രായേലെല്ലാം കാണുക സൂര്യൻ്റെ വെളിച്ചത്ത് നടത്തും. നിങ്ങളിത് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപവസിക്കുന്ന ദൈവമക്കൾ ആഴത്തിൽ ഇത് മനസ്സിലോട്ടൊന്ന് സ്വീകരിക്കണം. സ്വർഗത്തിൻ്റെ ഒരു കോണിൽ ചാരികസേരയിൽ ചാരിക്കടന്ന് വായിൽ താമ്പൂല മിശ്രിതം ചവച്ച് കട്ടിക്കണ്ണാടിയും വെച്ച് പത്രം വായിക്കുന്ന പൊട്ടൻ മുതുക്കനപ്പൂപ്പനല്ല നാം സേവിക്കുന്ന ദൈവം എന്ന് ഇന്ന് രാത്രി ശരിക്ക് തിരിച്ചറിയണം. കൈകൊട്ടി സ്തോത്രം പറഞ്ഞാൽ ഉടനെ ജീവിതത്തിൻ്റെ തെറ്റുകൾ വെട്ടി വിഴുങ്ങുന്ന ഒരു ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുകിയാൽ ഏത് ബന്ധനത്തെയും അഴിച്ചു മാറ്റാൻ യേശുവിന് കഴിയും. എന്നാൽ ഇന്ന് രാത്രി ഗൗരവമായി തിരിച്ചറിയുക, അനുതാപ സ്വർഗം നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ. പട്ടാപ്പകൽ സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തി നിൽക്കുന്ന സമയം ദാവീദിൻ്റെ മകൻ അബ്ശാലോം എൻ്റെ അപ്പൻ്റെ കണ്ണിന് നിന്ദനാകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അപ്പൻ്റെ ഭാര്യമാരോട് വഴിയോര വെൺമാടങ്ങളിൽ ദുർമാർഗം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത വാക്കനുസരിച്ച് ഏറ്റവും ക്രൂരമായ മ്ലേച്ഛത അപ്പൻ്റെ മകൻ ചെയ്യുമ്പോൾ, ദാവീദേ, ഇത് നിൻ്റെ വീട്ടിലെ തിരിച്ചടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ രാത്രി ഈ പ്രാർത്ഥനയിൽ ചില വ്യക്തികളോട് പറയുന്നു, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം ദൈവം നിവർത്തിക്കും. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ അനുതാപത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ചില തിരിച്ചടികൾ ജീവിതത്തിൽ കൊയ്യേണ്ടി വരും. എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇവിടെ ഇന്ന് രാത്രിയിൽ ദൈവശക്തിയുടെ
വ്യാപാരം ചില വ്യക്തികളുടെ മേൽ ബലത്തോടെ സംഭവിക്കുന്ന രാത്രിയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇതിനകത്ത് കാവൽ നിൽക്കുന്നുണ്ട്. ഇത്രയും ദൈവമക്കളുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഈ ഗ്രൗണ്ടിനെ മൂടി നിൽക്കുകയാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ യേശുവേ എന്നൊന്ന് വിളിച്ച് ശബ്ദമുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. യെസ്, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. രാപ്പകൽ ഭേദമന്യേ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ കരുണ ലെവലേശം കൂടാതെ വെട്ടിയെറിഞ്ഞ് ഇരുട്ടിൻ്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. സ്വദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നിഗന്ധകങ്ങളെ വർഷിച്ചിറക്കി ഒരു തീക്കടലാക്കിക്കൊണ്ട് കണക്ക് തീർത്ത ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഓ നോഹയ്യ തലമുറ പാപം ചെയ്തപ്പോൾ ഒരു പ്രളയം കൊണ്ട് ആ തലമുറയെ തുടച്ചു മാറ്റി 8 പേരെ മാത്രം പെട്ടകത്തിലാക്കിക്കൊണ്ട് കണക്ക് തീർത്ത ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എത്രത്തോളം ശബ്ദം ഉയർത്തി കരയാമോ അത്രത്തോളം ശബ്ദം ഉയർത്തി കരഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ കുറവശങ്ങളുടെ മേൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കും. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാരിവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ്. കർത്താവിൻ്റെ കരം ചില വ്യക്തികളുടെ മേൽ ആഴത്തിൽ വയ്ക്കാൻ തുടങ്ങുകയാണ്. ചില പഴക്കം ചെന്ന ബന്ധനങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന് വിടുതലിൻ്റെ ചൈതന്യം വ്യാപരിക്കാൻ തുടങ്ങുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല. നിനക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അവൻ്റെ കൈകളെ യുദ്ധത്തിനായി, എൻ്റെ വിരലുകളെ പോരിനായി അഭ്യസിപ്പിക്കുന്നു. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ ഹൃദയം നിർഭയമായി വസിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കരം ഇന്ന് രാത്രി വയ്ക്കുന്ന രാത്രിയാണ്. ചില ഭവനങ്ങൾ നീ രാത്രി അനർത്ഥങ്ങൾ ഒഴിവായി മാറുകയാണ്. ചില ഭവനത്തെ ഭരിക്കുന്ന ബന്ധനങ്ങളെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. അനുതപിക്കാൻ എത്ര പേർ രാത്രി തയ്യാറാകും? ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നിലവിളി ദൈവസിംഹാസനത്തിങ്കിലേക്ക് ഉയരട്ടെ. എത്രത്തോളം ശബ്ദമുയർത്തി, എത്രത്തോളം ശബ്ദമുയർത്തി, പോരാ 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 പോരാ, എത്രത്തോളം ശബ്ദമുയർത്തി. ഇന്ന് രാത്രി നീ വീട്ടിൽ നിന്ന് കതകടച്ചിറങ്ങുമ്പോൾ ഉള്ളിൽ ഉയർന്ന ചില വേദനകളെ വേരോടെ പറിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി നീട്ടുകയാണ്. എന്നാൽ അതിനു മുൻപ് ഈ ഗ്രൗണ്ടിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലവിളിയുടെ ശബ്ദമുയരണം, നിലവിളിയുടെ ശബ്ദമുയരണം. യേശുവേ എന്ന ഒരു നിലവിളിയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരണം. ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചില കുടുംബങ്ങളുടെ കെട്ടുകളെ അഴിച്ചു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തോട് ഇവിടെ ഇത്രയും ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ നാം ദൈവസന്നിധിയോട് അഭിമുഖമായി വരികയാണ്. പ്രകൃതി ശക്തികളെ വെല്ലുവിളിക്കാനുള്ള അധികാരം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ കർത്താവ് പകരുകയാണ്. തീർന്നിട്ടില്ല. ഈ രാത്രി ഓർക്കുക, പൈശാചിക ശക്തികളെ ബന്ധിക്കാൻ ഉള്ള അധികാരം പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ കർത്താവ് ഇന്ന് രാത്രി പകരുകയാണ്. തീർന്നിട്ടില്ല. ഈ രാത്രി വിശ്വാസത്തിന്റെ കാൽച്ചുവടികളുടെ മുൻപിൽ ചെങ്കടൽ യോർദാൻ മുറിഞ്ഞു മാറിയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ചില പ്രതിസന്ധികൾ നിന്റെ കൺമുൻപിൽ മുറിഞ്ഞകലുന്ന രാത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധി ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ദൈവസന്നിധി ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങളും കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ച്, എത്രത്തോളം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമോ അത്രത്തോളം ശബ്ദമുയർത്തി ആ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, നിന്റെ അനാദി നിർണയം ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമേ, അപ്പോൾ തന്നെ എൻ്റെ ഉത്തരവാദിത്വവും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അറിയാത്ത ചിലത് എൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ വരികയാണ്. നീ എന്നെ കഴുകണമേ കർത്താവേ. ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്, ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്, കവിൾ
അടിത്തടങ്ങൾ നനഞ്ഞൊഴുകുന്ന രാത്രിയായി രാത്രി തീരണം. വചനത്തിന്റെ ശക്തി ചില കെട്ടുകളെ അഴിച്ചു മാറ്റുന്ന രാത്രിയായി രാത്രി മാറണം. ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം, അസാധാരണമായ ചില ദൈവിക വിടുതലുകൾ ഈ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിൽ ഇന്ന് രാത്രി ചെയ്യേണ്ടതിന് ദൈവകരം ഉയരുന്ന രാത്രിയാണ്. 4 ചേവകരുള്ള 4 കാവൽക്കൂട്ടങ്ങളുടെ നടുവിൽ അടുത്ത ദിവസം ജനത്തിന്റെ മുൻപിൽ നിർത്തേണ്ടതിന് ഹേരോദ ഒരുക്കിയ പദ്ധതികളുമായി പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ 3-ാം സ്വർഗത്തിന്റെ അതിർത്തിയിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ അടുത്തിരിക്കുന്ന ആള് പോലും അറിയാതെ പത്രോസിന്റെ കയ്യിലെ ചങ്ങല അഴിച്ചു മാറ്റി 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പ് ഗേറ്റും തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ വിഷയത്തിന്റെ ഉത്തരം എത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചില കുടുംബങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന അയൺ ഗേറ്റിനെ കർത്താവ് ഇന്ന് രാത്രി തുറക്കാൻ തുടങ്ങുന്ന രാത്രിയാണ്. പാസ്റ്ററെ, അസാധാരണമായൊരു വേദനയോടെയാണ് ഞാൻ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ വിഷയത്തിലെ അയൺ ഗേറ്റിനെ എൻ്റെ ദൈവം തുറന്നേ മതിയാകുകയുള്ളൂ. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ നിങ്ങളെ വലതുകരം ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുക. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ രാത്രി യോഗം ഒരു സാധാരണ യോഗമായിട്ടല്ല. ഈ രാത്രി യോഗം ചില വിടുതലുകൾ നടക്കുന്ന യോഗമായി. ഈ രാത്രി യോഗം ചില വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ കുടുംബത്തിൽ നിന്ന് കെട്ടോടെ അഴിഞ്ഞു നീങ്ങുന്ന രാത്രി യോഗമായി. യേശുവിൻ്റെ കരം ഈ രാത്രി ബലത്തോടെ ചലിക്കാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. ആ ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അതിനു മുൻപ് നിങ്ങൾ ഇന്ന് രാത്രി കണ്ണൊന്ന് തുറക്കണം. 1 മിനിറ്റ് കണ്ണും തുറന്നാട്ടെ. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുന്ന രാത്രിയാണ്. ക്ഷമ ചോദിക്കാൻ, നിരപ്പ് പ്രാപിപ്പാൻ, കൊടുത്തു തീർക്കാൻ, ക്രമീകരണം പ്രാപിപ്പാൻ ഒരു വിഷയം നിന്റെ കൺമുൻപിൽ ഉണ്ടായിരിക്കെ അത് മറച്ചു വെച്ചുകൊണ്ട് നീ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ അതിൻ്റെ തിരിച്ചടി സ്വന്തം ജീവിതത്തിൽ കൊയ്തെടുക്കേണ്ടി വരും. ഇതൊരു ഉപവാസ ഉണർവ് യോഗമാണ്. ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധനെ, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഒരു പുത്തൻ പ്രതിഷ്ഠയ്ക്കായി ഈ എളിയവളെ ബലിപീഠത്തിൽ അർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം. ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അടുത്ത മീറ്റിങ്ങിന് ഞാൻ എത്തിച്ചേരുന്നതിന് മുൻപ് ചില ക്രമീകരണങ്ങൾക്കായി ഞാൻ നടപടികൾ എടുക്കും എന്ന് ബോധ്യമുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ ഉയർന്ന കരങ്ങളെ തേജസ്സിൻ്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവശക്തിയുടെ ജീവൻ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളുടെ പുറകിലെ ഉയർന്നു നിൽക്കുന്ന ചോദ്യങ്ങൾ ദൈവശക്തിയാൽ ഉത്തരമായി മാറട്ടെ. ഇവരുടെ പുറകിൽ വാദിക്കുന്ന ആധിപത്യങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി അടയാളത്തോടെ അവർക്കായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്കിന്ന് രാത്രി ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലൊന്ന് സ്തോത്രം ചെയ്യണം. പുരുഷാരത്തിന്റെ ആരവം പോലൊന്ന് സ്തോത്രം ചെയ്യണം. തകർത്ത ഇടിമുഴക്കം പോലൊന്ന് സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ ദൈവം എന്നെ കുറിച്ച് മുൻനിർണയിച്ചിരിക്കുന്ന പദ്ധതികളെ തകർക്കാൻ ഒരാഭിചാരത്തിനും കഴിയില്ല. അത്ര വലിയൊരു ശക്തിയാണ് എൻ്റെ പുറകിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയത്തിന് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കരങ്ങൾ അടിച്ച് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങുന്നു.